മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണു സുധി അല്ല വെക്കണമെങ്കിൽ രേണു സുധി സുധിയെ പോലെ മണ്ണിനടിയിലാവണം. അത്രേ ഉള്ളൂ. ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ലാതെ അറിഞ്ഞതിന് ശേഷം അതെത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അവർ വേർപാടിന് എത്ര സിമ്പിളായിട്ട് ഒരാൾക്ക് അയാളുടെ സിറ്റുവേഷനോ അയാളിങ്ങനെ ആൾക്കാരാക്കിയെന്ന് പറഞ്ഞാലും എത്ര ആൾക്കാരാക്കിയാലും ആ രണ്ട് ബന്ധം ആ രണ്ട് മനുഷ്യന്മാർ രേണുവും സുധിയും തമ്മിലായിരുന്നു. എന്നിട്ട് ഹസ്ബൻഡ് മരിച്ചത് അല്ലെങ്കിൽ പാർട്ട്ണർ മരിച്ചത് ഇത്ര ലാഘവത്തിലോടുകൂടി പുള്ളിയുടെ പിന്നെയും അത് അതായത് ഇനി പുള്ളീനെ പോലെ മണ്ണിൻ്റെ അടിയിലാവണം എന്നൊക്കെ എത്ര ചിരിച്ച് ഇത്ര ഇതായിട്ട് പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര അൺയൂഷ്വലായിട്ട് തോന്നുന്നുണ്ട്. അറിയില്ല. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ ഒരാളില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല. ഇങ്ങനെ പറയാൻ പോയിട്ട് ആലോചിക്കുമ്പോൾ പോലും ആ പെയിനല്ലേ ഇരിക്കും. അപ്പോൾ അത് ഇവരെത്ര സിമ്പിളായിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതും ഇങ്ങനെ പച്ചയ്ക്ക് സുധിയെ പോലെ മണ്ണിനടിയിലാവണം എന്നൊക്കെ പറയുമ്പോൾ ഞാനെന്നെ പറയുന്നത് കേട്ടപ്പോൾ എന്തത് ഇങ്ങനെ ആയിപ്പോയി. കാരണം നമ്മളുടെ ആരും ഒന്നുമല്ല, നമ്മൾ ഫുള്ള് TV കൂടെയാണ് കാണുന്നത് സുധി എന്ന് പറയുന്ന വ്യക്തിനെ. ബട്ട് ഇങ്ങനെ ഒരാൾ ഇവർ സുധിയുടെ പേരിലും കൂടെ ആണല്ലോ നമ്മുടെ ഇൻസ്റ്റാ ഇതിലും വരുന്നതും എല്ലാതും. സോ ഇങ്ങനെ എന്തോ അൺയൂഷ്വൽ അല്ല, വിയേർഡായിട്ടും തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ ഈ ഒരു അവരുടെ കുറേ മാറ്റർ നമ്മുടെ എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡെയിലി കാണുന്നതാണ്. ആരുടെ കണ്ടില്ലെങ്കിൽ പുള്ളിക്കാരുടെ ഒരു റീല് കുറഞ്ഞതെങ്കിലും വരലുണ്ട്. സോ വരുന്നതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മളെല്ലാവരും കാണുന്നതാണെന്നുള്ളതിൽ ഉദ്ദേശമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു മാറ്ററിനെ പറ്റി തോന്നിയെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നി, നൂറിക്കും അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് ജസ്റ്റ് ലെറ്റ് us know. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തോ ക്രീപ്പി ആയിട്ടൊക്കെ തോന്നുന്നത്. എത്ര ലാഘവത്തോടു കൂടി പറയാനൊക്കെ പറ്റുമോ? ഓക്കെ, റീച്ച് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഇതൊരു ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ അയാളില്ല, അയാളുടെ കൂടെ ഇത്ര നാൾ ജീവിച്ച് അയാളുടെ കുട്ടികൾക്ക് അമ്മയായി. എനിക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പീപ്പിൾ ക്യാൻ ഡു ദിസ് അല്ലേ, അങ്ങനെയുള്ളൊരു സാധനമാണ് തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഇത്ര ലാഘവത്തോട് പറയാൻ പറ്റുന്ന മനുഷ്യരുണ്ടാവും.